ആ നിൽക്കുന്ന പൂവുണ്ടല്ലോ മൊത്തം വണ്ടിയില്ല. ആണോ? So excited. ഇതാണ് ഞങ്ങളുടെ Airbnb. So nice. ഇന്നലെ ഇവിടെ ഇരുന്നിട്ട് നൈറ്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ നല്ല മഴയായിരുന്നു ഇന്നലെ, അതുകൊണ്ട് ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കായിരുന്നു. എനിക്ക് തോന്നുന്നു രാത്രി മൊത്തം മഴയായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഇരിക്കലും നടന്നില്ല. അപ്പോൾ മോർണിംഗ് ഞങ്ങൾ എണീറ്റു, ഒരു 8 o'clock ഒക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് ഇപ്പോഴത്തെ മോളിൽ കൂടെ ഒക്കെ പോകുന്നൊരു ട്രാം, നമ്മളതേ അങ്ങോട്ടേക്ക് പോവാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. സോ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ അടുത്തൊരു നാഷണൽ പാർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഈവനിങ് കാണാമെന്ന് വിചാരിക്കുന്നു. ഹേ ഗായ്സ്, ക്യാൻ ഐ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ? എൻജിൻ ഇല്ലാത്തൊരു ട്രാം 120 വർഷത്തിലേറെ ഇന്നും ദിവസവും മല കയറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോ വെൽക്കം ബാക്ക് ടു അനദർ അഡ്വഞ്ചർ. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ട്രാം കാണാനാണ് പോകുന്നത്. സോ അങ്ങോട്ടേക്കുള്ള യാത്രകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് UK വേസ്റ്റ് ട്രക്ക്, നമ്മുടെ ഡൊമസ്റ്റിക് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന ട്രക്ക്. നോർത്ത് വെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ അത്ഭുതം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു പ്രദേശമാണ്, ഭയങ്കര ഗ്രീനറിയുള്ള മൗണ്ടെയ്ൻസും ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള തടാകങ്ങളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീസൈഡ് കോട്ടകൾ. ഈ ഒരു പ്രദേശം ശരിക്കും പ്രകൃതി സ്നേഹികൾക്ക് പറ്റിയൊരു സ്ഥലമാണ്. നോർത്ത് വെയിൽസിലൂടെ പോകുമ്പോൾ ഓരോ വളവും പുതിയ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. മലഞ്ചെരുവുകളിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകൾ, പച്ചപ്പിൽ മുങ്ങിയ താഴ്വാരങ്ങൾ, കണ്ണാടി പോലെ തെളിഞ്ഞ തടാകങ്ങൾ, കടൽക്കരയോട് ചേർന്ന മനോഹരമായ പാതകൾ. ഇവിടുത്തെ സീക്കും ഭയങ്കര പ്രത്യേകത കേട്ടോ. ഭയങ്കര ടർക്കിഷ് ബ്ലൂ ആയിട്ട് ഒരു ഗ്രീൻ കളർ വാട്ടറാണ് ഇവിടെ. മറ്റൊരു ആകർഷകമായ അനുഭവങ്ങളൊന്നാണ് മലനിരകളെ തുളച്ച് കിടന്ന് നിർമ്മിച്ചിരിക്കുന്ന തുരങ്കങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മുന്നിൽ തുറന്നു കിടക്കുന്ന പച്ചപ്പാർന്ന മലകളും താഴ്വരകളും കാണുമ്പോൾ അത് മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. ഈ പ്രദേശം ഉയർന്ന പർവ്വതങ്ങളും അതുപോലെ തന്നെ വളഞ്ഞു പുളഞ്ഞ റോഡുകളും കൊണ്ട് പ്രശസ്തമാണ്. ഓരോ വളവും പിന്നിടുമ്പോൾ പുതിയ പുതിയ പ്രകൃതി ദൃശ്യങ്ങളാണ് യാത്രക്കാരെ വരവേൽക്കുന്നത്. അങ്ങനെ കുന്നും മലയൊക്കെ താണ്ടി നമ്മൾ നമ്മുടെ ആ ട്രാം റൈഡിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ദിസ് വൺ ഈസ് ദ ഗ്രേറ്റ് ഓം ട്രാം വേ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് തോന്നുന്നു. സോ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ട്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. 20 minutes ഇടവിട്ടിട്ടാണ് സർവീസ്. സോ 10 minutes ആയിട്ട് കുറയും ചില സമയങ്ങളിൽ. സാധാരണയായിട്ട് മാർച്ച് അവസാനത്തോടെ തുടങ്ങി ഒക്ടോബർ വരെയാണ് ഈ ട്രാം സർവീസ് നടത്തുന്നത്. അപ്പം നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കുറച്ച് ഇൻഫർമേഷനൊക്കെ, ട്രാമിൻ്റെ സർവീസ് എപ്പോൾ തുടങ്ങും, എപ്പോൾ നിർത്തും, എവിടെയൊക്കെയാണ് ട്രാം നിർത്തുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ട്രാം സർവീസ് ആരംഭിക്കുന്നത് ലാൻഡനോയിലെ വിക്ടോറിയൻ സ്റ്റേഷനിൽ നിന്നാണ്. ഇതൊരു സാധാരണ ട്രാം റൈഡല്ല. This is literally a journey back in time, more than 120 years. Let's go history, amazing fact, breathtaking views എല്ലാം ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ നമ്മുടെ ട്രാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി വിക്ടോറിയ സ്റ്റേഷനിലാണുള്ളത്. സോ നമ്മളിവിടെ നിന്ന് വിക്ടോറിയ സ്റ്റേഷനിൽ ട്രാം കയറിയിട്ട് നമ്മൾ ഹാഫ് അവേ സ്റ്റേഷൻ, അതായത് ഒരു പകുതിയിൽ നമ്മൾ ഇറങ്ങും. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ട്രാമിൽ കയറിയിട്ടാണ് പിന്നെ പോകുന്നത്.
അതെന്താ അതിൻ്റെ കാരണം എന്ന് ഞാൻ വഴിയെ പറയാം. ഈ ഒരു ട്രാം ആദ്യമായി പബ്ലിക്കിനായിട്ട് ഓടാൻ തുടങ്ങിയത് 1902 ജൂലൈ 31. ഇമാജിൻ നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന ഈ ട്രാമിൽ 1902 ആളുകൾ യാത്ര ചെയ്തിരുന്നു. മോർ ദാൻ 120 years ഓൾഡ്. ആൻഡ് ദാറ്റ് അമേസിങ് പാർട്ടേഴ്സ് ഇന്നും ഒറിജിനൽ വിക്ടോറിയൻ സിസ്റ്റം തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ ജേണിതേ സ്റ്റാർട്ടായി, ട്രാമതേ സ്റ്റാർട്ടായി, നമ്മളിതേ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോജക്റ്റ് 1898 തുടങ്ങിയെങ്കിലും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു പ്രത്യേക നിയമം പാസ്സാക്കി. ദ ഗ്രേറ്റ് ഓം ട്രാംവേ ആക്ട് എന്നാണ് അതിന് പറയുക. ഈ സമയത്ത് ഈ മലയുടെ മുകളിൽ ആളുകളെയും സാധനങ്ങളെയും കൊണ്ടുപോകാൻ ഒരു സേഫ് ട്രാൻസ്പോർട്ട് വേണമായിരുന്നു. സോ റോഡ് വളരെ സ്റ്റീപ്പായതുകൊണ്ടും ഹോഴ്സ് ക്ലൈംബ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻജിനീയേഴ്സിൻ്റെ ഒരു ബ്രില്യൻ്റ് ഐഡിയ കൊണ്ടുവന്നു, കേബിൾ പവർ ട്രാം. കൺസ്ട്രക്ട് ചെയ്തത് 1901 തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞ് 1902 ട്രാം സർവീസ് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തു. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് പറയട്ടെ. ഈ ട്രാമിന് നോ എൻജിൻ. യെസ്, യു ഹേർഡ് ദാറ്റ് റൈറ്റ്, നോ എൻജിൻ. പിന്നെ ഇത് എങ്ങനെ കയറുന്നു? ഹാഫ് വേ സ്റ്റേഷനിലുള്ള വലിയ വൈൻഡിങ് എൻജിൻ ഒരു സ്റ്റീൽ കേബിൾ കണ്ടിന്യൂസ്ലി പുൾ ചെയ്തിട്ടാണ്. ആ കേബിളിലാണ് ഈ ട്രാം പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ എൻജിൻ ട്രാമിൻ്റെ ഉള്ളിലല്ല, സോ എൻജിൻ മലയുടെ മധ്യത്തിലാണ്. So that's the pure Victorian engineering genius. The Great Om Tramway. അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓം എന്ന് പറയുന്ന വാക്ക് വൈക്കിംഗ് ലാംഗ്വേജസിൽ നിന്ന് വന്നതാണ്. അതിനർത്ഥം സീ സർപ്പൻറ്റ് അല്ലെങ്കിൽ ഒരു ജൈൻറ്റ് സ്നേക്ക്. കടലിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു മല, അതിൻ്റെ ഒരു വലിയ ഭാഗം ഡ്രാഗൺ അല്ലെങ്കിൽ സീ മോൺസ്റ്റർ പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു പേര് അങ്ങനെ. സോ ഇത് നേച്ചർ റിസർവെയർ കൂടിയാണ്. റെയർ ബട്ടർഫ്ലൈസ്, വൈൽഡ് ഫ്ലവേഴ്സ്, കാശ്മീർ ഗോഡ്സ്, അതുപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള കോപ്പർ മൈൻസുകളിലും ഒന്നാണ്. ബ്രോൺസ് ഏജ് മുതൽ ഏകദേശം 4000 വർഷം മുൻപ് ആളുകൾ ഇവിടെ കോപ്പർ മൈനിങ് നടത്തിയിരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ വ്യൂ സിംപ്ലി അൺബിലീവബിൾ ആണ്. ഒരു വശത്ത് ഐറിഷ് സീ, മറ്റൊരു വശത്ത് ലാൻഡനോഡോ ടൗൺ. ക്ലിയർ ഡേ ആണെങ്കിൽ സ്നോഡോണിയ മൗണ്ടെയിൻ വരെ ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയുന്നത്. ഹോണസ്റ്റ്ലി പിക്ചറിനെക്കാട്ടിലും റിയൽ വ്യൂ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ നമ്മളത് നമ്മുടെ ഹാഫ് അവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ വേറൊരു ട്രാം കയറിയിട്ടാണ് പോകുന്നത്. കാരണം ഗ്രേറ്റ് ഓംബ്രി ട്രാം എന്ന് പറയുന്നത് 2 സെഷനുകളാണുള്ളത്, ലോവർ സെഷനും അപ്പർ സെഷനും. രണ്ടിനും വേറെ കേബിൾ സിസ്റ്റമാണുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ മിഡിൽ നിന്നും നെക്സ്റ്റ് ട്രാം ചേഞ്ച് ചെയ്ത് പോകുന്നത്. ഇത് ഭയങ്കര റെയർ എൻജിനീയറിംഗ് ഡിസൈനാണ്. ലോകത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗ് ഡിസൈനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ നമ്മളിത് അടുത്ത ട്രാം കയറാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴികളിലാണെങ്കിലും അവർ ആ ഒരു ട്രാമിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ മെക്കാനിസം ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വൈൻഡിങ് എൻജിൻ, സ്റ്റീൽ കേബിള്, അതൊക്കെ ഈ കാണുന്നതാണ്. അങ്ങനെ നമ്മൾ ഹാഫ് അവേ സ്റ്റേഷനിൽ നിന്ന് സമ്മിറ്റ് സ്റ്റേഷനിലേക്കുള്ള ട്രാം കയറി. ഹാഫ് അവേ സ്റ്റേഷനിൽ യാത്ര തുടർന്ന് ഗ്രേറ്റ് ഓം മലയുടെ മുകളിലെത്തുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതി ഭംഗി കാണാൻ സാധിക്കും. വ്യക്തമായ കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ അയർലൻഡിലെ ഐൽസ് ഓഫ് മാനും ലേക്ക് ഡിസ്ട്രിക്റ്റും ഇവിടെ നിന്ന് കാണാമെന്നാണ് പറയുന്നത്. 1902 ആരംഭിച്ച ഈ ട്രാംവേ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. ഇതിൽ ട്രാം കാറുകൾ 1902 നിർമ്മിച്ചവ തന്നെയാണ്. ഇവ ഓരോന്നിനും ഓരോ വിശുദ്ധരുടെ പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. സെയിൻറ്റ് ഡുനോഡോ, സെയിൻറ്റ് സിസിലിയോ, സെൻറ്റ് സിറിയോൾ, സെൻറ്റ് ത്രിലോ, അങ്ങനെ കുറേ വിശുദ്ധന്മാരുടെ പേരിലാണ് ഈ ഒരു ട്രാംസ് അറിയപ്പെടുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഗ്രേറ്റ് ഓം സമ്മിറ്റിൽ എത്തിയിരിക്കുന്നതാണ്. സീ ലെവലിൽ നിന്ന് ഏകദേശം 207 മീറ്റർ, അതായത് 179 ഫീറ്റ് ഉയരത്തിൽ. ഇവിടെ കഫേസ് ഉണ്ട്, വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്, നേച്ചർ റിസർവർ ഉണ്ട്, ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. റിലാക്സ് ചെയ്യാൻ പെർഫെക്റ്റ് പ്ലേസ് ആണിത്. സമ്മിറ്റിലെത്തിയപ്പോൾ ശരിക്കും ഒരു പ്രത്യേകം വ്യൂ ആയിരുന്നു കേട്ടോ. കുറേ ആടുകൾ മേയുന്ന മലഞ്ചെരുവുകൾ. മലയുടെ മുകളിലെത്തിയപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റും ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ ഒരു സൈറ്റ് സീയിങ് ബസ് ഉണ്ടായിരുന്നു അവിടെ. അതിന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഐറിഷ് സീ കാണാം, ലാൻഡനോഡോ ടൗൺ കാണാം. ഇമാജിൻ ദാറ്റ് ഒരു സ്ഥലത്ത് നിന്ന് 3 ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു പ്രത്യേക വ്യൂസ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുന്നു. ഈ ഒരു മലയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ പീസ്ഫുൾ ഹില്ല് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ബ്രോൺസ് ഏജ് കാലത്ത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആളുകൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കോപ്പർ മൈൻസുകളിൽ ഒന്നിൽ ആളുകൾ ജോലി ചെയ്തിരുന്നു. സ്റ്റോൺ ടൂൾസ് മാത്രം ഉപയോഗിച്ച് അവർ ഈ മലയുടെ ഉള്ളിൽ നിന്ന് കോപ്പർ എടുത്തിരുന്നു. ഞാൻ ആ കാണുന്നത് ഒരു സെമിട്രി ആണ് കേട്ടോ. മലയുടെ മുകളിലെ കാറ്റും തണുപ്പും ഒരു രക്ഷയില്ലായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. ഫോട്ടോകളിൽ കാണുന്നതിനേക്കാൾ ഇവിടുന്ന് നേരിട്ട് നോക്കുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ശരിക്കും മനസ്സിലാവുക. ഹിസ്റ്ററി, നേച്ചർ, എഞ്ചിനീയറിംഗ്, അഡ്വഞ്ചർ ഇതെല്ലാം ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന UK വളരെ ഫ്യൂ പ്ലേസുകളിൽ ഒന്നാണ് ഗ്രേറ്റ് ഓം സമ്മിറ്റ്. ആൻഡ് ഇഫ് യു എവർ വിസിറ്റ് വെയിൽസ്, ദിസ് പ്ലേസസ് ഡിസേർവ് എ സ്പോട്ട് ഓൺ യുവർ ബക്കറ്റ് ലിസ്റ്റ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നടക്കുമ്പോൾ മറ്റൊരു സർപ്രൈസ് എന്ന് പറയുന്നത് ഈ മലയിലെ ഫ്രീലി നടക്കുന്ന കാശ്മീർ ഗോഡ്സ് ആണ്. ലാൻഡഡോണയുടെ രാജകുടുംബത്തിന് സമ്മാനമായി കൊണ്ടുവന്ന ഗോഡ്സിന്റെ ഡിസെൻഡൻസ് ആണ് ഇന്നിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് വഴിയിലെ ഗോഡ്സിനെ കണ്ട സർപ്രൈസ് ആവണ്ട. നേച്ചർ ലവേഴ്സിന് ഈ ഒരു സ്ഥലം പാരഡൈസ് ആണ്. റെയർ വൈൽഡ് ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, സീ ബേർഡ്സ്, ലൈം സ്റ്റോൺ ക്ലിഫ്സ് എല്ലാം ചേർന്ന ഗ്രേറ്റ് ഓം ഒരു പ്രൊട്ടക്റ്റഡ് കൺട്രി പാർക്കാക്കിയത്. സമ്മിറ്റിൽ കഫേസ് ഉണ്ട്, ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട്, സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോഫി കുടിച്ച് വ്യൂ എൻജോയ് ചെയ്യാനും ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാനും ഒരു പെർഫെക്റ്റ് സ്പോട്ടാണിത്. ഈ ഒരു സ്ഥലത്ത് ഏകദേശം 330 മുതൽ 340 മില്യൺസ് വർഷങ്ങൾക്ക് മുൻപ് വാം ട്രോപ്പിക്കൽ സീയുടെ അടിയിൽ രൂപപ്പെട്ട ഒരു ജയന്റ് ലൈംസ്റ്റോൺ ഹില്ലാണ്. അത് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ മല ഒരു കാലത്ത് കടലിൻ്റെ അടിത്തട്ടിലായിരുന്നു. ആ കടലിൽ ജീവിച്ചിരുന്ന ചെറു കടൽ ജീവികൾ അഥവാ കോറൽ ഷെൽസ്, ക്രിനോയിഡ്സ്, മറൈൻ ഓർഗാനിസംസ് എന്നിവയുടെ റിമെയിൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടി പ്രഷറും ടൈമും ചേർന്ന് ഈ ലൈംസ്റ്റോൺ രൂപപ്പെട്ടത്. നേച്ചർ ലിറ്ററലി റോട്ട് എ ഹിസ്റ്ററി ഇൻ ദിസ് റോക്സ്. നല്ല കാറ്റാണ് ഗൈസ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. ഈ മലയുടെ മുകളിൽ നിന്ന് കേബിൾസ് കാർ സർവീസ് ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് ശക്തിയായ കാറ്റായതുകൊണ്ട് ഇന്ന് അവരത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ബ്യൂട്ടി തന്നെയാണ്. ആ വാട്ടറിൻ്റെ കളർ നോക്കൂ. ചില ഭാഗങ്ങൾ ഡീപ്പ് ബ്ലൂ, ചില ഭാഗങ്ങൾ എമറാൾഡ് ഗ്രീൻ, ഒരു ടർക്കോയിസ് ബ്ലൂ, അങ്ങനെയൊക്കെ. ഇറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ. ആൻഡ് അവിടെ തന്നെ ഒരു സുവനിയർ ഷോപ്പ് പോലെ നമുക്ക് കുറച്ച് മാഗ്നറ്റ്സും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കണ്ടു. അവിടെ നിന്ന് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഫെബ്രുവരി, മാർച്ച്, ഒക്ടോബർ റോസ്. ഇത് വെക്കാൻ പാടില്ല, ലബൂബു ടോയ് കയ്യിൽ വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ കഫേയിൽ തന്നെ കയറി അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ നേരത്ത് അവിടുത്തെ ആ സ്റ്റേഷനിൽ ചെറിയൊരു എക്സിബിഷൻ ഹാള് പോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതും നമ്മൾ കണ്ടു. അങ്ങനെ നമുക്ക് നല്ല വെതറായിരുന്നു. സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് ആ പ്രദേശം കാണാൻ പറ്റി. അപ്പം നമ്മളിത് തിരിച്ച് ട്രാം കയറി താഴേക്ക് പോവാണ്. ശരിക്കും നോക്കുമ്പോൾ എന്താ പറയുക, ഒരു നാച്ചുറൽ പെയിൻറ്റിങ് പോലെ തോന്നും. ഹോണസ്റ്റ്ലി ക്യാമറ ഈ ബ്യൂട്ടി മുഴുവൻ ക്യാപ്ചർ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ വ്യൂ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ മാജിക് മനസ്സിലാവുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദോസ് പ്ലേസസ് വെർ യു ജസ്റ്റ് സ്റ്റോപ്പ് ടേക്കിംഗ് ആൻഡ് സിംപ്ലി എൻജോയ് ദ വ്യൂ. കുറേയൊക്കെ ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ഡൗൺ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിലായിരുന്നു. ആൻഡ് ഇപ്പോൾ അതർ സൈഡിലിരിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എല്ലാ ഭാഗവും. ഇത്രയും ബ്യൂട്ടിഫുൾ സീനറി ഒരു ട്രാം റൈഡിൽ കാണാൻ കഴിയുന്നത് വളരെ റെയർ എക്സ്പീരിയൻസ് ആണ്. ഓരോ നിമിഷവും ട്രാം പതിയെ താഴേക്ക് ഇറങ്ങുമ്പോൾ വ്യൂ മാറിക്കൊണ്ടിരിക്കും. ഒരു വളവ് കഴിഞ്ഞ് പുതിയൊരു ലാൻഡ്സ്കേപ്പ്, മറ്റൊരു വളവ് കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു ബ്രെത്ത്ടേക്കിംഗ് വ്യൂ. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ജേർണി. കാറ്റിൻ്റെ തണുപ്പും ട്രാമിന് പഴയൊരു വുഡൻ സൗണ്ടും ബെൽസിൻ്റെ ഡിങ് ഡിങ് ശബ്ദവും എല്ലാം ചേർന്ന് നമ്മളൊരു 1902 തിരികെ കൊണ്ടുപോകുന്ന പോലെ തോന്നും. ഒരു യാത്ര ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതല്ല. ദ ജേർണി ഇറ്റ് സെൽഫ് ഇസ് ദ അട്രാക്ഷൻ. സോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.